ഹായ് എവരിവൺ, AC കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാവുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഉപകരണങ്ങളും സാങ്കേതികതകളും എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അത് പ്രധാനമായിട്ട് 10 പോയിന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫിനാൻഷ്യൽ പോളിസി ആൻഡ് അക്കൗണ്ടിങ്. അതാണ് ടൂൾസ് ആൻഡ് ടെക്നിക്സിലെ ഫസ്റ്റ് പോയിന്റ്. എന്തോ അതിന് പറഞ്ഞിരിക്കുന്നത്, this involves framing policies related to finance such as investment, capital structure, dividend and working capital. അതായത് ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം, ക്യാപിറ്റൽ സ്ട്രക്ചർ മൂലധന ഘടന, ഡിവിഡൻഡ് പിന്നെ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നീ ഫിനാൻസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പോളിസികൾ രൂപപ്പെടുത്തുന്നതാണ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന, ഇൻവെസ്റ്റ്മെന്റുകള്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡിവിഡൻഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നീ ഫിനാൻസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പോളിസികളാണ് രൂപപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, ഇറ്റ് ഹെൽപ്സ് മാനേജ്മെന്റ് ഡിസൈഡ് ഹൗ ഫണ്ട് ഷുഡ് ബി റേസ്ഡ് ആൻഡ് യൂസ്ഡ് എഫിഷ്യന്റ്ലി. ഇറ്റ് ഹെൽപ്സ് മാനേജ്മെന്റ് ഡിസൈഡ് how funds should be raised and used efficiently. അതായത് ഫണ്ടുകൾ എങ്ങനെ സമാഹരിക്കണം, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നീ കാര്യങ്ങളിൽ മാനേജ്മെന്റിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഫണ്ട് എങ്ങനെ സമാഹരിക്കണം, എങ്ങനെ അത് ഉപയോഗിക്കണം എന്നീ കാര്യങ്ങളിൽ മാനേജ്മെന്റിന് സഹായിക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ആൻഡ് ബാലൻസ് ഷീറ്റും കൂടെ ചേരുമ്പോഴാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത് ടെക്നിക്സുകളാണ് വരുന്നത്. അപ്പൊ എന്തൊക്കെ ടെക്നിക്സ് വരുന്നത്, റേഷ്യോ അനാലിസിസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഠിക്കാൻ പോകുന്നത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സും, പിന്നെ പഠിക്കാൻ പോകുന്നത് ട്രെൻഡ് അനാലിസിസും. ഇതെല്ലാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ്. ഇപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ അതിന്റെ അനാലിസിസ് എന്ന് പറയുമ്പോൾ, അതായത് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. അപ്പൊ എന്തോ രണ്ടാമത്തെ പോയിന്റ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് അനാലിസിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും യൂസിങ് ടെക്നിക്സ് ലൈക്ക്. അതായത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തുടങ്ങിയ രേഖകളുടെ അനാലിസിസ് ആണ്. അതിന് വേണ്ടുന്ന എന്താണ് സാങ്കേതിക കാര്യങ്ങളാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്, റേഷ്യോ അനാലിസിസും കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സും ആൻഡ് ട്രെൻഡ് അനാലിസിസും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ് മനസ്സിലാലോ. അപ്പൊ എന്താണ് ഈ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഇൻവെസ്റ്റ്മെന്റും ക്യാപിറ്റൽ സ്ട്രക്ചറും ഡിവിഡൻഡും വർക്കിംഗ് ക്യാപിറ്റലും എന്നീ ധനകാര്യ അതായത് ഫിനാൻസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പോളിസികൾ രൂപപ്പെടുത്തുന്നതാണ്. അതുപോലെ ഫണ്ട് എങ്ങനെ സമാഹരിക്കണം, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നീ കാര്യങ്ങളിൽ മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ്. അതായത് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങിയ രേഖകളുടെ അനാലിസിസ് ആണ്. അതിന് വേണ്ടുന്ന ഉപയോഗിക്കുന്ന സാങ്കേതികതകളാണ് ഈ താഴെ പറഞ്ഞ ടെക്നിക്സുകളാണ്. അപ്പൊ എന്തൊക്കെയാണ്, റേഷ്യോ അനാലിസിസും കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സും ആൻഡ് ട്രെൻഡ് അനാലിസിസും. ഓക്കെ, അത് മാത്രമല്ല ദിസ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, സോൾവൻസി ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റി, സോൾവൻസി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നിവ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് ഇതിനോട് സഹായിക്കുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെക്നിക് റെക്കോർഡ്സ് അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റ്. ഇറ്റ്സ് എ ടെക്നിക് റെക്കോർഡ്സ് അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റ്. അതായത് അസറ്റുകളും എക്സ്പെൻസുകളും അവയുടെ ആദ്യ വിലയിൽ രേഖപ്പെടുത്തുന്ന രീതിയാണ് ഫസ്റ്റ് പ്രൈമറി പ്രൈസിൽ എന്താണ് രേഖപ്പെടുത്തുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്.
അപ്പൊ എന്ത് പറയുന്നത്, അസറ്റുകളും ചെലവുകളും അവയുടെ പ്രൈമറി വിലയിൽ രേഖപ്പെടുത്തുന്ന രീതിയാണ്. ഇത് ഹെൽപ്സ് കമ്പയർ പാസ്റ്റ് പെർഫോമൻസ്. എന്താണ് ഈ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ, അതായത് മുൻകാല. പെർഫോമൻസ് മീൻസ് പ്രകടനം അല്ലെ. ഇത് ഹെൽപ്സ് കമ്പയർ പാസ്റ്റ് പെർഫോമൻസ് വിത്ത് കറന്റ് റിസൾട്ട്സ് ആൻഡ് ഇവാലുവേറ്റ് കോസ്റ്റ് റിലേറ്റഡ് ഡിസിഷൻസ്. മുൻകാല പ്രകടനവുമായി ഇപ്പോഴത്തെ ഫലങ്ങള് കമ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോ മുമ്പ് നടന്ന എന്തെങ്കിലും പെർഫോമൻസുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് ഇപ്പോഴത്തെ ഫലങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, അസറ്റുകളും എക്സ്പെൻസുകളും അവയുടെ പ്രൈമറി പ്രൈസിൽ രേഖപ്പെടുത്തുന്ന രീതിയാണ്. മുൻകാല പ്രകടനവുമായി ഇപ്പോഴത്തെ ഫലങ്ങളുമായിട്ട് ചെയ്യാൻ പറ്റും, താരതമ്യം ചെയ്യാനായിട്ട് പെട്ടെന്ന് സഹായിക്കാൻ പറ്റും. അതാണ്. ഇനി നാലാമത്തെ പോയിന്റ് ആണ് എന്തെന്ന് പറഞ്ഞത്, ബജറ്ററി കൺട്രോൾ. എന്താണ് ഈ ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാല്, ബജറ്ററി കൺട്രോൾ എന്ന് പറയുമ്പോൾ it involves preparing budgets for different departments and comparing actual performance with the budget. It involves preparing budgets for different departments and comparing actual performance with the budget. അതായത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റുകൾ തയ്യാറാക്കി ആക്ച്വൽ പെർഫോമൻസുമായി താരതമ്യം ചെയ്യുന്നതാണ്. എന്താ പറയുക, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകള് ബജറ്റ് തയ്യാറാക്കി ആക്ച്വൽ പെർഫോമൻസുമായി കമ്പയർ ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് സഹായിക്കാൻ പറ്റുന്ന എന്തൊക്കെയാണ്, കൺട്രോളിങ് കോസ്റ്റ് ആണ്, ചെലവ് നിയന്ത്രിക്കണം. ഐഡന്റിഫൈ ഡീവിയേഷൻസ്, വ്യത്യാസങ്ങൾ കണ്ടെത്തണം. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്, നടപടികൾ എന്ത് ചെയ്യാൻ പറ്റും, ശരിയാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സഹായിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ ബജറ്റുകൾ തയ്യാറാക്കി യഥാർത്ഥ, അതായത് ആക്ച്വൽ പെർഫോമൻസുമായി താരതമ്യം ചെയ്യുന്നതാണ്. അതിനുവേണ്ടി സഹായിക്കുന്ന എന്തൊക്കെയാണ്, കൺട്രോളിംഗ് കോസ്റ്റും ഐഡന്റിഫൈങ് ഡീവിയേഷൻസും ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസും. ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സെറ്റ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എസ്റ്റിമേറ്റേഴ്സ് ഫോർ പ്രൊഡക്ഷൻ. എന്താണ് പ്രീ ഡിറ്റർമൈൻഡ് എന്ന് പറയുന്നത്, മുൻകൂട്ടി നിശ്ചയിക്കുന്നത് അല്ലെ. അപ്പൊ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള എക്സ്പെൻസ് മുൻകൂട്ടി നിശ്ചയിക്കുന്ന രീതിയാണ്. വസ്തുക്കള് ഉൽപ്പാദിപ്പിക്കാനുള്ള കോസ്റ്റ് എന്ത് ചെയ്യണത്, പ്രീ ഡിറ്റർമൈൻ, മുൻകൂട്ടി നിശ്ചയിക്കുന്ന രീതിയാണ്. അതുമാത്രമല്ല, ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഈസ് നോൺ ആസ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെയും ആക്ച്വൽ കോസ്റ്റിന്റെയും ഡിഫറൻസ് വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് വേരിയൻസ്. കേട്ടോ, യഥാർത്ഥ ചെലവുമായി താരതമ്യം ചെയ്ത് വ്യത്യാസം കണ്ടെത്തുന്നു എന്നതാണ്. മനസ്സിലോ? അപ്പൊ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും കൂടെ എന്ത് ചെയ്യും, കമ്പയർ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് എമൗണ്ട് വരും. ആ ഡിഫറൻസ് വിളിക്കുന്ന പേരാണ് വേരിയൻസ്. അത് മാത്രമല്ല, വേരിയൻസ് അനാലിസിസ് ഹെൽപ്സ് ഡിറ്റക്ട് ഇൻ എഫിഷ്യൻസീസ്. കാര്യക്ഷമത വിലയിരുത്തുന്നുണ്ട്. ഇത് ആറാമത്തെ പോയിന്റ് ആണ് മാർജിനൽ കോസ്റ്റിംഗ്. ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യാവൂ. അപ്പൊ നമുക്ക് നോക്കാം. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിഡേഴ്സ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. വേരിയബിൾ കോസ്റ്റുകൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് എ പീരിയഡ് കോസ്റ്റേഴ്സ്. സ്ഥിര ചെലവുകൾ, അതായത് ഫിക്സഡ് ആയിട്ടുള്ള ചെലവുകൾ കാലയളവിന്റെ ചെലവായി കണക്കാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ പറയുന്നത്, ഫിക്സഡ് ചെലവുകൾ എന്ന് പറയുന്നത് കാലയളവിന്റെ, അതായത് പീരീഡിന്റെ ചെലവായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാർജിൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഉൾപ്പെടുത്താവൂ, വേരിയബിൾ കോസ്റ്റിൽ മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ഫിക്സഡ് കോസ്റ്റിലാണെങ്കിൽ എന്താണ്, പീരീഡിലെ കോസ്റ്റ് ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തൊക്കെയാണ്, ബ്രേക്ക് ഇവൻ അനാലിസിസ് ഉണ്ട്, അതുപോലെ മേക്ക് ഓർ ബൈ ഡിസിഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ പ്രൈസിങ് ഡിസിഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. നമുക്കിനി മാർജിനൽ കോസ്റ്റിംഗ് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ബ്രേക്ക് ഇവൻ അനാലിസിസ് ഉപയോഗപ്പെടുത്താൻ പറ്റും, മേക്ക് ഓർ ബൈ ഡിസിഷൻസ് ഉപയോഗപ്പെടുത്താൻ പറ്റും, പ്രൈസിങ് ഡിസിഷൻസ് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാർജിനൽ കോസ്റ്റിങ്ങിനകത്ത് വരുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത്
എന്താണ്? ഡിസിഷൻ അക്കൗണ്ടിങ് ആണ്. എന്താണ് ഡിസിഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഡിസിഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഓൾസോ നോൺ ആസ് മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾസോ നോൺ ആസ് മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക് ആണ്. അതുമാത്രമല്ല, ഇറ്റ് ഹെൽപ്സ് മാനേജേഴ്സ് ചൂസ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എമംഗ് മെനി യൂസിംഗ് ടൂൾസ് ലൈക്ക് ഇറ്റ് ഹെൽപ്സ് മാനേജേഴ്സ് ചൂസ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എമംഗ് മെനി യൂസിംഗ് ടൂൾസ് ലൈക്ക് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അനാലിസിസ് ആൻഡ് റിസ്ക് അനാലിസിസ്. അതായത് മാനേജ്മെന്റിന് ലഭ്യമായ പല മാർഗങ്ങളിൽ മികച്ചത് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന സാങ്കേതികതയാണ്. മാനേജ്മെന്റിന് ലഭ്യമായിട്ടുള്ള പല മാർഗങ്ങളിൽ നിന്ന് മികച്ചത് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ടെക്നിക്കാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അനാലിസിസ് ഉണ്ട്, ആൻഡ് റിസ്ക് അനാലിസിസ് ഉണ്ട്. അപ്പൊ ഈ ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പല മാർഗങ്ങളിലായിട്ട് എന്താണത് ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന റിവാലുവേഷൻ അക്കൗണ്ടിങ് ആണ്. റിവാലുവേഷൻ അക്കൗണ്ടിങ്ങിന് വേറെ പേരാണ് റീപ്ലേസ്മെന്റ് അക്കൗണ്ടിങ്. അതെന്താ നമുക്ക് നോക്കാം. This technique is used to show the current value of asset instead of historical costing. അപ്പൊ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. This technique is used to show the current value of asset instead of historical costing. അതായത് അസറ്റുകളുടെ വർത്തമാന വിപണി വിലയിൽ കണക്കാക്കുന്ന രീതിയാണ്. അസറ്റുകളുടെ കറണ്ട്, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് വിലയിൽ കണക്കാക്കുന്ന രീതിയാണ്. അത് മാത്രമല്ല, ഇത് അസറ്റുകളുടെ എന്താണ് ആക്ച്വൽ വാല്യൂ ആയിട്ടാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. അസറ്റുകളുടെ ആക്ച്വൽ വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത്? റീപ്ലേസ്മെന്റ് ഡിസിഷൻസ്, പ്രിവെന്റിംഗ് ഓവർ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഷൻ ഓഫ് അസറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആണ് കൺട്രോൾ അക്കൗണ്ടിങ്. എന്താണ് ഈ കൺട്രോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ദിസ് എൻഷുർസ് ദാറ്റ് ഓൾ ടൈപ്സ് ഓഫ് കോസ്റ്റേഴ്സ്. അപ്പൊ ഓൾ ടൈപ്സ് ഓഫ് കോസ്റ്റസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്. നിങ്ങൾ മുന്നേ കോസ്റ്റ് ഷീറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ. പ്രൈമറി കോസ്റ്റ് പഠിച്ചിട്ടില്ലേ? ഫാക്ടറി കോസ്റ്റ്. ആ പ്രൈമറി കോസ്റ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ്സ്. മനസ്സിലല്ലോ? അപ്പൊ എന്ത് വായിച്ചേ? ദിസ് എൻഷുർസ് ദാറ്റ് ഓൾ ടൈപ്സ് ഓഫ് കോസ്റ്റസ് ആർ പ്രോപ്പർലി അക്കൗണ്ടഡ് ഫോർ ആൻഡ് കൺട്രോൾഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മെറ്റീരിയൽ ചെലവുകള്, ലേബർ ചെലവുകള്, ഓവർ ഹെഡ്സ് എന്നിവ കൺട്രോൾ ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മെറ്റീരിയൽ ചെലവുകളും ലേബർ കോസ്റ്റുകളും ഓവർ ഹെഡ്സുകളും എന്താണ് എന്നിവ കൺട്രോൾ ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ഇത് ഓഫ്റ്റൻ ഇന്റഗ്രേറ്റേഴ്സ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഇതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും എന്ത് ചെയ്യണത്? കോർഡിനേറ്റ് ചെയ്യാണ്, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഏകോപിക്കുന്നു, ഏകീകരിക്കുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യണത്? ഏകോപിക്കുന്നു എന്നുള്ളതാണ്. Now the last point, MIS. MIS stand for Management Information System. MIS stand for എന്താണ്? Management Information System. അതെന്താ പറയുന്നത്? MIS provides timely and relevant information to management. MIS provides timely and relevant information to management. മാനേജ്മെന്റിന് ആവശ്യമായ സമയബന്ധിതവും പ്രസക്തമായ വിവരങ്ങൾ നൽകുന്ന സംവിധാനമാണ്. മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള സമയബന്ധിതവും പ്രസക്തമായ വിവരങ്ങൾ നൽകുന്ന സംവിധാനമാണ്. അതിനകത്ത് പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത് റിപ്പോർട്ടുകളും ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡ് മീൻസ് എന്താണ്? ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ കാണുന്ന സംഭവങ്ങളില്ലേ, അതാണ്. നിങ്ങളുടെ ഈ ശ്രീനാരായണ ഒരു ഓപ്പൺ ഡോണേഴ്സ് നിങ്ങളുടെ ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇപ്പോൾ ഡാറ്റ അനാലിസിസ്, ഡാറ്റ വിശകലനം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? MISനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സുകളാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ കൺട്രോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടാണ് മെറ്റീരിയൽ ചെലവുകളും ലേബർ കോസ്റ്റുകളും ഓവർ ഹെഡ്സുകളും എന്താണ് നിയന്ത്രിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നത്? ഏകീകരിക്കുകയാണ്. MIS എന്ന് പറഞ്ഞിട്ടാണ് മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള സമയബന്ധിതവും പ്രസക്തമായ വിവരങ്ങൾ നൽകുന്ന സംവിധാനമാണ്. അതിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? റിപ്പോർട്ട്സുകൾ, ഡാറ്റ വിശകലനം, ഡാഷ്ബോർഡുകൾ മാത്രമായിരിക്കും. ഓക്കെ,
അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിങ് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റുമായി കമ്പാരിറ്റീവ് സംഭവമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ.